സർവകലാശാല വിഷയത്തിൽ ചേട്ടാ എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ അന്ന് ടി പി ശ്രീനിവാസനെ മറിച്ചത് ശരിയല്ല, ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോഴത്തെ SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നു അന്ന് അദ്ദേഹത്തെ തന്നെ ഒരു കുറ്റബോധമില്ല, അത് അസഭ്യം പറഞ്ഞു. ഞാൻ പറയുന്നത് അതൊക്കെ പറയുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരികയും ചെയ്തു. ഇനി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പറഞ്ഞാലോട് തന്നെ നേരെ നിങ്ങളുടെ മാധ്യമക്കാർ അവിടെ ഉണ്ടല്ലോ, നേരെ തന്നെ ചോദിച്ചാൽ എന്താ കാര്യങ്ങളെന്ന് പറയും. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ CPM രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ അവരതിൻ്റെ മറുപടി പറയും. അതൊന്നും ഒരു ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വരേണ്ട ഒരു വിഷയമല്ലത്. അതൊരു എത്രയോ മാസങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യം. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. UDF പിന്നെ KSUക്കാർ എന്നിട്ട് പിന്നെ കലക്ടറുടെ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് താറൊഴിച്ചിട്ടില്ല. എന്തൊക്കെ നടന്നിട്ടുണ്ട്? ഇങ്ങനെ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. അതൊന്നും നടക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. താറൊഴിക്കാനും പോകരുത്, ആക്രമിക്കാനും പോകരുത്, ഒന്നിനും പോകരുത്. ഇപ്പോൾ കേരളം ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. എല്ലാ രംഗത്തും സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ വിദ്യാലയങ്ങളെയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റായിട്ടുള്ള ചില പ്രവണതകൾ ഇല്ലായ്മ ചെയ്യാൻ അതിനുള്ള നല്ല നിലപാടുകളും ഗവൺമെൻറ്, പോലീസ്, അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സ്വീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമുക്കെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കാം. ഒരു ലഹരി വിമുക്ത കേരളം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ നടക്കുന്ന പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാവരും കൂടി സഹകരിച്ച് പ്രവർത്തിക്കാം. സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്താം. അതാണല്ലോ ഇന്ന് വേണ്ടത്. അതിനുള്ള ഐക്യവും സാഹോദര്യവുമാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ വിഷയം അതവിടെ പറയാം, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വെക്കാം. ഇന്ന് കേരളത്തിൻ്റെ എല്ലാവരും ആഗ്രഹിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഈ വർഷം പകുതിയാകുമ്പോഴേക്കും അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാകും. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ് കണക്കല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്താരാഷ്ട്ര നിരീക്ഷണത്തിൻ്റെ സാമ്പത്തിക വിദഗ്ധന്മാരുടെ കണക്കാണ്. അതിലേക്ക് കേരളം മാറുകയാണ്. അവിടെയും നമ്മൾ നിൽക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം മുഴുവൻ നടക്കുന്നു. നമ്മുടെ നാഷണൽ ഹൈവേ ഇതിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ എത്രമാത്രം മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോഴാണ് രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ഇപ്പം ധാരാളം, ഞാൻ ഇന്നലെ ആലപ്പുഴയിൽ കണ്ടത്, ഒട്ടനവധി സന്ദർശകർ വിദേശികൾ ആലപ്പുഴ വരികയാണ്, കോട്ടയത്ത് വരികയാണ്, തിരുവനന്തപുരത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവരിവിടെ വരുമ്പോൾ അതിൻ്റെ യാത്ര, ഭക്ഷണം, താമസം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടേതെല്ലാം പണം ഈ കേരളത്തിൽ ആകെ വിഹരിക്കും. അങ്ങനെ ഒരുപാട് വ്യാപാരങ്ങൾ നടക്കും. അത് പുതിയ ഡെവലപ്മെൻറ്റിന് വഴിയൊരുക്കും. ഇങ്ങനെ വരുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുക. അതിനെയല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിലേക്കല്ലേ നമ്മുടെ നിക്ഷേപകരെ ആകർഷിക്കേണ്ടത്. അതിന് പകരം അവരെ ഭയപ്പെടുത്തുന്ന, ഇടുന്ന് ഓടിക്കുന്ന, കേരളം നശിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ വെച്ചു പുലർത്തുന്നു. ആ മനോഭാവം അവർ ഉപേക്ഷിച്ച് കേരള താല്പര്യത്തോടൊപ്പം നിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം. അല്ലേ? ഏതാ അത്? ഞാനത് എല്ലാം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ കഴിയുന്നത്ര വേഗം തയ്യാറാക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഏതാ? അല്ല, ഞാനിങ്ങനെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് ഞാൻ വാക്ക് കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുമായി ചർച്ച ചെയ്യാനുണ്ട്. പലരും വന്ന് സമീപിച്ചിരുന്നു. ഏതായാലും അതിൻ്റെ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വേഗത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എനിക്ക് ഏപ്രിലിൽ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ മാർച്ചോടുകൂടി, ഏപ്രിൽ മാസം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീക്ക് നമ്മുടെ 2 മുതൽ പാർട്ടി കോൺഗ്രസ്സാണ് മധുരയിൽ. അപ്പോൾ ആ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് 7, 8, 9 ആകുമ്പോഴേക്ക് പാർട്ടി കോൺഗ്രസ് തീരും. അതിനുശേഷം ഒരു 14 നമ്മുടെ കേരളത്തിലെ വിഷു ഉത്സവങ്ങളാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ഏതെങ്കിലും ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഒന്നും തീരുമാനിച്ചില്ല. എൻ്റെ മുഖവരി എഴുതാനുണ്ട്, ആമുഖം എഴുതാനുണ്ട്, മറ്റു പല ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി അവരുടെ ഒപ്പീനിയനൊക്കെ ശേഖരിക്കാറുണ്ട്. അതിൽ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ കണ്ട് ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. എന്താ ഇവിടെയോ? മട്ടന്നൂർ ഇപ്പോൾ അതിൻ്റെ കിംഫ്ര തന്നെ അവിടെ
അതിന് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് റെഡിയായി. പുതിയ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കാനുള്ള പ്രവർത്തനമുണ്ട്. അപേക്ഷകൾ അവിടെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് അതിൽ ഞാൻ കടന്ന് പരിശോധിക്കാറില്ല. നല്ല അവിടെ ഇപ്പോൾ പോകുമ്പോൾ തന്നെ കാണാം. ഞാൻ അവിടെ തന്നെ അതിൻ്റെ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിപ്പോൾ വന്നിട്ടുണ്ട്. ഈ IT മേഖലയ്ക്ക് തന്നെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന നിലയിൽ വന്നാൽ, കാരണം ഈ വിമാനത്താവളത്തിൻ്റെ ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിൽ IT സ്ഥാപനങ്ങൾ വേഗത്തിൽ വരും. കാരണമെങ്കിൽ വിമാനത്താവള IT സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ഇവിടെയൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.